അല്ല, CPM അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഒന്നാം പ്രതിയാണോ രണ്ടാം പ്രതിയാണോ അല്ലയോ തെളിയിക്കേണ്ടത് അന്വേഷണത്തിന് ശേഷമാണ്. അതിനു മുന്നേ ഒരു വിധിയെഴുതുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ സമഗ്രമായ അന്വേഷണം സ്വാഗതം ചെയ്തത്. നാളെ ഞാൻ രാവിലെ SP-ക്ക് എനിക്കെതിരെ വന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള പുറത്തുവന്ന രേഖകളുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി നൽകുമെന്ന് പറഞ്ഞില്ലേ. പോലീസ് അന്വേഷിക്കട്ടെ. ആ വ്യാജരേഖ പീറ്റർ ഞാനുമായിട്ട് ഇതുവരെ ബന്ധപ്പെടാത്ത, യാതൊരു ബന്ധവും പങ്കും ഇല്ലാത്ത എൻ്റെ പേര് ഫംഗ്ഷൻ ചെയ്തു. അത് ഈ രാജ്യത്തൊട്ടാകെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു അന്വേഷണം നടത്തിക്കേണ്ടതിൻ്റെ ആവശ്യമല്ലേ. അതാണ് നാളെ ഞാൻ SP-ക്ക് പരാതി കൊടുക്കും. പിന്നെ കൂടാതെ വ്യാജമായ ഒരു ലിസ്റ്റും നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടും അന്വേഷണം നടക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുക. ഈ ആരാണ് IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ഇങ്ങനെ വ്യാപകമായി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നത്? അത് ഞാൻ ചോദിക്കട്ടെ, ഈ വ്യാപകമായി 2021 നിങ്ങൾക്കറിയാലോ അല്ലേ, 2 കോടി രൂപ ഞാൻ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് വ്യാജേന ഒരു പരാതി എഴുതി കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ കൊടുത്ത് അതൊരു വലിയ ചർച്ചാ വിഷയമാക്കിയില്ലേ. അന്നും CPM എൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിലൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഭയപ്പെടുന്നില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതവരെ കണ്ടെത്തണം. അതാണ് ഞാൻ അന്ന് അത് കൂടുതൽ മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ ഇന്നത് തെളിച്ചേ മതിയാവും. ഞാൻ നിങ്ങളോട് ഇന്നലെയും പറഞ്ഞല്ലോ, ഒരു നീതിയുക്തമായ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിയാണ് ഞാൻ. അങ്ങ് ഇന്നലെ പറഞ്ഞു ഒരു ഉപജാപക സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. ആ ഉപജാപക സംഘത്തിൽ പാർട്ടിക്കാരുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ ഒരു ആരോപണം കഴിഞ്ഞ 2021 ഉന്നയിച്ചപ്പോ ഞാൻ KPCC എന്റെ പാർട്ടി പ്രസിഡന്റിന് പരാതി കൊടുത്തു. പ്രസിഡന്റ് ഉപസമിതി വെച്ചു. ഉപസമിതി അന്വേഷിച്ചു. KPCCക്ക് റിപ്പോർട്ട് കൊടുത്തു. KPCC അത് വ്യാജമായ പരാതി എനിക്കെതിരെ ഉണ്ടാക്കിയതാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപടിയെടുത്തല്ലോ. അതേപോലെ ഈ വിവരം ഞാൻ പാർട്ടിയെ അറിയിക്കും. എല്ലാ രേഖകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പണം നഷ്ടപ്പെട്ട ആളുകളെന്ന് പറയുന്നത് പലരോടും കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് പരാതി പറയാൻ, പരസ്യമായി പറയാൻ തയ്യാറില്ല. കാരണം അവരുടെ പണം നഷ്ടപ്പെടുക എന്നതൊരു കാരണം. മറ്റൊന്ന്, ഈ പണം നൽകുന്നതും വാങ്ങുന്നതും ഒക്കെ ഒരേപോലെ കുറ്റമാണ്. പക്ഷെ ഇത് പണം നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് തീർത്ത് പറയുന്നത്. അല്ല, പണം നഷ്ടപ്പെട്ടിട്ടില്ലേ ആളുകൾക്ക്? അല്ല, അവർ പണം കൊടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വരും. താങ്കൾ കേട്ടിട്ടുണ്ടോ പണം കൊടുത്തതും നഷ്ടപ്പെട്ടതുമായ? അല്ല, അങ്ങനെയൊന്നും എന്റെ അടുത്ത് നിന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാനിവിടുത്തെ MLA ആയിരുന്നു, DCC പ്രസിഡന്റ് ആയിരുന്നു. ആരെങ്കിലുമൊക്കെ പണം വാങ്ങിച്ച് അവസാനം ജോലി നിഷേധിക്കപ്പെടുമ്പോൾ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കേണ്ടതാണ്. ഞാൻ DCC പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. ഞാൻ MLA ആയി ഇവിടെ തുടരുന്നുണ്ട്. പറയേണ്ടതല്ലേ? അവരെന്നെ വിശ്വസിക്കേണ്ടതല്ലേ? എന്താണ് അവർക്ക് പറയാൻ പേടി? ആരാണ് പണം വാങ്ങിച്ചത്, എപ്പോഴാണ് അവർ പണം വാങ്ങിച്ചത് എന്നൊക്കെ അവർ പറഞ്ഞൂടെ? അത് ഞങ്ങളുടെ പാർട്ടിയുണ്ട്, പാർട്ടി സംവിധാനങ്ങളുണ്ട്, പരാതികൾ കൊടുക്കാലോ. വിജയനുമായി മാത്രം ബന്ധപ്പെട്ട് അങ്ങനെ അതിൽ വിശ്വാസം? അല്ല, അതിലൊന്നും കാര്യത്തിലൊന്നും ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എനിക്കെതിരെ വന്ന ആരോപണത്തെക്കുറിച്ച് ഞാൻ നിയമപരമായിട്ട് ആദ്യം SP-യെ സമീപിച്ച് പരാതി കൊടുക്കും. ഈ പാളയത്തിൽ പടം ഉണ്ട് തന്നെയാണ് IC വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും ഇല്ലെങ്കിൽ ആ 2021 അങ്ങനെ ഒരു രേഖ വരാൻ സാധ്യതയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന അർബൻ ബാങ്കിനെതിരെ അങ്ങനെ ഒരു ആരോപണം എനിക്കെതിരെ ഒരു ലിസ്റ്റ് ഇറക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. ഇപ്പൊ പുതിയ കരാറ് വന്നതും അതിന്റെ ഭാഗം തന്നെയാണ്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ പീറ്ററുമായിട്ട് യാതൊരു ബന്ധം എന്നെ സംബന്ധിച്ചില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല, എന്റെ അടുത്ത് വന്നിട്ടുമില്ല. അങ്ങനൊരു സ്വാഭാവികമായിട്ട് ഒരു കരാറിൽ പങ്കാളിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് ഒന്ന് വിളിച്ച് അന്വേഷിക്കേണ്ട മര്യാദയില്ലേ? ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ പണം ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് ആ മോനെ ജോലി കിട്ടുമോ, അല്ലെ നിങ്ങൾ ഇടപെടുവോ?
നിങ്ങൾ പറഞ്ഞിട്ടാ വന്നതെന്നുള്ളൂ ഒന്ന് ചോദിക്കണ്ടേ? പോയയാൾ പറഞ്ഞില്ലെങ്കിലും കേൾക്കുന്ന ആള് എന്റെ പേര്, പോയാള് അദ്ദേഹത്തോട് കേൾക്കുന്ന ആളോട് പേര് പറയുമ്പോൾ അദ്ദേഹം എന്നെ പണം കൊടുക്കുന്ന ആളോട് പറയുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ? അതുകൊണ്ടാണ് ആ രേഖ തെളിയിക്കപ്പെടണം. അതാരാണ് ഇതിന്റെ പിന്നിൽ തെളിയിക്കുന്നത്? ഇതില് മരണപ്പെട്ടത് സുപ്രധാന ഒരാളാണ്, TCC ട്രഷറാണ്. പ്രതിസ്ഥാനത്ത് അന്നേ 2019 ഉണ്ടായിരുന്ന TCC പ്രസിഡന്റ് ആയിരുന്ന അംഗമാണ്. ശരിക്കും ഇതിന് പിന്നിൽ വലിയൊരു കോക്കസ് പ്രവർത്തിച്ചു എന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയും പറഞ്ഞു, ഒരു ടീം ഇതിൻ്റെ അകത്തുണ്ട്. അതാരും ആയിക്കോട്ടെ, അത് രാഷ്ട്രീയമൊന്നുമില്ല, ജാതിയൊന്നുമില്ല, മതമൊന്നുമില്ല, ആരും ആയിക്കോട്ടെ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, നിരപരാധികളെ ശിക്ഷിക്കരുത്. സമഗ്രമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണമാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അല്ലാതെ ആരെയും വാദിയെ പ്രതിയാക്കാനോ പ്രതിയെ വാദിയാക്കാനോ അല്ല. ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ശിക്ഷിക്കപ്പെടണം. അതിനല്ലേ നീതിന്യായ വ്യവസ്ഥ. അല്ല സാർ, ഇങ്ങനെ ഒരു കരാറേ ഇല്ലെന്നാണോ, അതോ കരാറിൽ താങ്കളുടെ പേര് വ്യാജമായി ചേർത്തെന്നാണോ? ഞാൻ പറയുന്നു, ഇപ്പോഴും വ്യാജമായാണ് ആ പേര് ചേർത്തിട്ടുള്ളത്. അല്ല, കരാറുണ്ട്. കരാർ ഇന്നലെ കണ്ടല്ലോ, നമ്മൾ ഇന്നലെയാണല്ലോ കാണുന്നത്. 2019 കരാർ ഇന്നലെയാണല്ലോ നമ്മൾ കാണുന്നത്. അത് നിങ്ങൾ പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. ഇത് നിങ്ങൾ പുറത്തുവിട്ടപ്പോഴാണല്ലോ ഞാനിത് അറിയുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ അല്ലെ ഞാനിത് അറിയില്ലല്ലോ. അല്ല, ഇപ്പൊ എന്തൊക്കെയോ ഉണ്ടെന്നല്ലേ ആ കരാറിന്റെ അർത്ഥം. ഇപ്പൊ താങ്കളുടെ പേര് വ്യാജമായി ചേർത്തെങ്കിലും എന്തൊക്കെയോ ഉണ്ട്. അല്ല, ഉണ്ടെങ്കിൽ തെളിയിക്കപ്പെടണമല്ലോ. ഉണ്ടെന്നല്ല, കരാറുണ്ടെങ്കിൽ സംഗതി ഉണ്ടാവില്ലേ? അല്ല, കരാറുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം. അത് തന്നെയാണ് എന്റെ ആവശ്യം കേട്ടോ. ഞാനത് ആളുകൾ എങ്ങനെ ആവശ്യസിക്കും? ഇപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പ്രധാന ആള്, അദ്ദേഹം ഒരു ആളുമായി ഇപ്പൊ കരാറെടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഞാനും വേറൊരാളായിട്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ പേര് കരാറിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുമോ? നിങ്ങൾ രണ്ടുപേരും നിങ്ങളത് അംഗീകരിക്കുമോ? അത് തന്നെയല്ലേ ഞാൻ പച്ച മലയാളത്തിൽ നിങ്ങളോട് പറയുന്നത്. ഞാൻ അറിയില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ഈ കരാറുകാരൻ ഇന്നലെയാണ്, അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോയി തെളിയിക്കപ്പെടും. തെളിയിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, തെളിയട്ടെ. ഇപ്പോ KPCC ആയിട്ട് ആരെങ്കിലും സുധാകരൻ ആരെങ്കിലും സംസാരിച്ചായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഞാൻ KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചു. SP-ക്ക് പരാതി കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. പ്രതിപക്ഷ നേതാവോട് സംസാരിക്കും. KC വേണുഗോപാൽ ഞങ്ങളുടെ സംഘടനാ ചുമതലയുള്ള AICC നേതാവിനോട് സംസാരിച്ചു. അപ്പോൾ എല്ലാം അനുമതിയോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാർട്ടിയുമായി ആലോചിക്കാതെയുള്ളൊരു തീരുമാനമൊന്നും ഇതിൻ്റെ അകത്തില്ല. ഞാനൊരു ജനപ്രതി എന്ന നിലയ്ക്ക്, പാർട്ടിയുടെ ജനപ്രതി എന്ന നിലയ്ക്ക്, നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് ഞാനൊരു തീരുമാനമെടുക്കുമ്പോൾ അത് പാർട്ടിയായിട്ട് ആലോചിച്ച് മാത്രമേ തീരുമാനം കൈക്കൊള്ളുള്ളൂ.